നെന്മാറ SHOയ്ക്ക് സസ്പെൻഷൻ ആയിരിക്കുന്നു. ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചത് സംബന്ധിച്ച് കോടതിയിൽ കുടുംബം നേരത്തെ ആക്ഷേപിച്ചിരുന്നു. കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നില്ല. അതിൽ വീഴ്ചയുണ്ട് എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. SP-യുടെ റിപ്പോർട്ട് ആ നിലയിലാണ് ഉത്തരമേഖല IG-ക്ക് പോയത്. എന്തായാലും ഇപ്പോൾ സസ്പെൻഷൻ വാർത്തയാണ് പുറത്തു വരുന്നത്. ഷീജ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, നേരത്തെ ഈ SP-യും പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ഒരു വീഴ്ച പോലീസിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിരുന്നുവെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന്. ഇപ്പോഴതാ നടപടിയായിരിക്കുന്നു അല്ലേ? എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളായി നൽകാനാകുന്നത് ഷീജ? അജിംഷാദ്, കാവ്യ, ഏതായാലും ഇതിലിപ്പോൾ SHOയ്ക്ക് സസ്പെൻഷൻ നടപടിയാണ് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ പറയുന്നത് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇവരുടെ വീടിന് അടുത്തായി തന്നെ വന്ന് താമസിച്ചപ്പോൾ ചെന്താമര ഇവർക്ക് വലിയ ഭീഷണിയാണ് എന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ നാട്ടുകാർ പോലീസിന് നൽകിയ പരാതി അത് കൃത്യമായ രീതിയിൽ അതിൽ തുടർ നടപടി പോലീസ് കൈക്കൊണ്ടില്ല. അതിൽ SHOയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് SP നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചത് സംബന്ധിച്ച് ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് കാട്ടിക്കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല. അതിലും SHOയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു SP-യുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഉത്തരമേഖല IG ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. SHOയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന തന്നെയാണ് SP നടത്തിയത്. SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കാൻ നേരത്തെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്ന് മാത്രമായി ഇതിനെ കണ്ടാൽ മതിയല്ലോ അല്ലേ? കൂടുതൽ വീഴ്ച ഉണ്ടായിട്ടുള്ള ഈ നാട്ടുകാർക്ക് കൂടുതൽ പരാതി ഉള്ള ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ മറ്റ് കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ കൂടി ഉണ്ടാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഷീജ? തീർച്ചയായും ഇപ്പോൾ നിലവിലേതായാലും സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. ഇതിൽ വിശദമായിട്ടുള്ള ഈ അന്വേഷണം അതിലുള്ള തുടർ നടപടികൾ സ്വാഭാവികമായും അതിൻ്റെതായിട്ടുള്ള ആ തലത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും പ്രാഥമികമായി ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടിയെടുക്കാൻ അത് മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ടിടപെട്ട് ആവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ശരി ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചെന്താമരയെ കൃത്യമായി ആ കുടുംബത്തിൻ്റെ പരാതി അനുസരിച്ച് അത് കോടതിയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് നൽകാനോ അല്ലെങ്കിൽ കൃത്യമായൊരു നടപടിയെടുത്ത് മറ്റ് 2 ജീവൻ കൂടി രക്ഷിക്കുന്നതിലേക്ക് പോകാനോ പോലീസ് വീഴ്ച വരുത്തി എന്ന ആക്ഷേപം കുടുംബത്തിനുണ്ടായിരുന്നു. പ്രാഥമികമായും ആ SI കാണിച്ച വീഴ്ചകളാണ് ഇപ്പോൾ SHOയ്ക്ക് സസ്പെൻഷനിലേക്ക് നയിച്ചത് അല്ലേ? അതാണ് ഷീജ പറഞ്ഞത്.